ആരാണ് പണക്കാർ, ആരാണ് പാവപ്പെട്ടവൻ? അല്ലാഹു അലം. എന്തായിരുന്നാലും അന്നന്ന് ജീവിക്കാനുള്ളതാകുന്ന ഉപാധികളുണ്ട് എങ്കിൽ മാഷാ അല്ലാഹ് കാര്യങ്ങൾ നടന്നു പോകാൻ വിധത്തിലുള്ളതുണ്ട്. ഫക്കീർ മിസ്കീൻ രണ്ടിനെ കുറിച്ചും ഉലമാക്കൾ സദഖയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സക്കാത്തിന്റെ വിഭാഗത്തിൽ രണ്ടും രണ്ടാണ്. ഫക്കീർ ഒന്ന്, മിസ്കീൻ മറ്റൊന്ന്. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഫക്കീർ എന്ന് പറഞ്ഞാൽ അന്നന്നുള്ളതാകുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും സാധിക്കില്ല, തീർത്തും ദരിദ്രനാണ്. ഒരു നയാ പൈസ പോലും കയ്യിലെടുക്കാനില്ല, ഒന്നുമില്ല, ഇനി കഴിക്കാൻ തന്നെ ഒന്നുമില്ല, പട്ടിണി പാവമാണ്, അവനാണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടന്നു പോകും, വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാത്ത മനുഷ്യൻ, അവനാണ് മിസ്കീൻ. ഇത് രണ്ടും രണ്ടാണ്. ഈ രണ്ടു കൂട്ടർക്കും കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഈ രണ്ടു കൂട്ടർക്കും കൊടുക്കണം, ഫക്കീർ മിസ്കീൻ. ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് രണ്ടും രണ്ടാണ്. ഫക്കീർ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒന്നതിനെ നടക്കാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ വേറെയാണ്, മിസ്കീൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. ഒരു നേരത്തെ പോലും അന്നത്തിന് വകയില്ലാത്തവനാണ് ഫക്കീർ. കാര്യങ്ങൾ നടന്നു പോകും, നാളത്തേക്കുള്ളതാകുന്ന കാര്യങ്ങളൊന്നുമില്ല, വലിയ നീക്കുപോക്കൊന്നും ബാങ്ക് ബാലൻസ് ഇല്ല, അങ്ങനത്തെ മനുഷ്യനാണ് മിസ്കീൻ. മിസ്കീനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും മറ്റൊരുത്തൻ്റെ മുന്നിൽ കൈനീട്ടുന്നതിന് വലിയ മടിയുള്ളവനായിരിക്കും. ഫക്കീർ അങ്ങനെയല്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് പോയി യാചിക്കും, എന്തെങ്കിലും തന്നെ ഹാജിയാരെ എന്ന് പറഞ്ഞ് യാചിക്കും. മിസ്കീൻ ഇപ്പൊ ഈ സദസ്സിൽ ഒരാൾ ഒരു 100 രൂപ വെച്ച് കൊടുത്താൽ പോലും മിസ്കീൻ അത് വാങ്ങൂല. അയാൾ അതിനടുത്തോട്ട് പോകൂല, എല്ലാം അടുത്തോട്ട് പോകൂല, ആ കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകൂല. നമ്മൾ നിർബന്ധിച്ചു കൊടുത്താൽ അയാളത് വാങ്ങും. പക്ഷെ മനസ്സിൽ അയാൾക്ക് വല്ലാത്ത ഖേദവും ദുഃഖവും ഉണ്ടായിരിക്കും. മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപ വാങ്ങേണ്ടി വന്നല്ലോ എന്ന ഒരു അഭിമാനത്തിൻ്റെ ഒരു കരച്ചിലും തേങ്ങലും അയാളുടെ മനസ്സിലുണ്ടാവും. അതാണ് മിസ്കീൻ. ഒരാളോട് പോയി 10 രൂപ ചോദിക്കുന്നതിന് നാണക്കേട്. ഫക്കീർ അങ്ങനെയല്ല, എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്കാർ ഫക്കീറിന്റെ ജോലി തന്നെ എടുക്കുന്നത്, എപ്പോഴും കടം ചോദിക്കുക. ഒരു 500 രൂപ ഇങ്ങനെ തന്നേക്കും, വൈകുന്നേരം തന്നേക്കാം. വൈകുന്നേരം തരാനാണെങ്കിൽ നീ ഇപ്പം എന്തിനാ ഇത് വാങ്ങിച്ചു? അസറിന് തരാമെന്ന് പറഞ്ഞ് ളുഹറിന് വാങ്ങുകയാണ്. അസറിന് നോക്കിയപ്പോൾ അവൻ ജമാഅത്തിനും ഇല്ല, മുങ്ങിയിട്ടുണ്ട്. അല്ലാഹു മുളക്കാക്കട്ടെ. ഇതാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഫക്കീറിന്റെ ജോലി എടുക്കുന്ന കുറേ കൗമ്. ചോദ്യമൊക്കെ കേട്ടവർക്ക് ഇപ്പം സംഭവം തരുമെന്ന്. ളുഹറിന് ചോദിക്കുക, അസറിന് തന്നേക്കാം, വിഷമില്ല പറഞ്ഞു. അസറിന് ആചാര്യ പള്ളി നോക്കിയിട്ട് അവനെ കാണുന്നില്ല. അള്ളാഹു കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. യാചന വലിയ വിഷയമാണ്. മറ്റൊരുത്തനോട് പോയിട്ട് ഒരു 10 രൂപ ചോദിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഗ്‌രിബിന് ശേഷമുള്ള ദുആ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലാഹുമ്മ അഗ്നിനാ ബിഫളിക അമ്മൻ സിവാക്. എപ്പോഴും ദ്വാരക്കേണ്ട ദുആണ്. അല്ലാഹുമ്മ അഗ്നിനാ ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരുത്തന്റെ മുന്നിൽ പോയി കൈനീട്ടുന്നതിനെ തൊട്ട് എന്നെ നീ ഐശ്വര്യവാക്കണേ അല്ലാ. ഒരാളോടും റബ്ബിന്റെ മുന്നിലല്ലാതെ ലോകത്തൊരു മഹ്ലൂക്കിന്റെ മുന്നിലും ഒരു 500 രൂപ താ, ഒരു 5000 തരട്ടെ, ഒരു 2000 താ, അടുത്ത ആഴ്ച തരാം, ഈ പറയുന്ന ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോഴും ദ്വാരക്കേണ്ട ദ്വാരാണ് ഏത്? അല്ലാഹുമ്മ അഗ്നിനാ ബിഫളിക അമ്മൻ സിവാക്. ഒരാളോടും, ഒരു കുടുംബക്കാരോടും ബന്ധുക്കളോടും അയൽവാസികളോടും പൈസ ചോദിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ. പ്രയാസങ്ങളായിരിക്കും എപ്പോഴും അതിങ്ങനെ സ്ഥിരപ്പെടാൻ നമ്മുടെ മനസ്സ് കൊതിക്കും. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ കടം വാങ്ങി കൂട്ടുന്നതല്ലാതെ കൊടുത്ത് ശീലിക്കൂല. ഇവിടുന്ന് വാങ്ങും, അടുത്ത സ്ഥലത്തുനിന്ന് വാങ്ങും, ഇവിടുന്ന് വാങ്ങിയത് അങ്ങോട്ട് റോൾ ചെയ്യും, അടുത്ത സ്ഥലത്തോട്ട് ഇപ്പുറത്തോട്ട് കൊടുക്കും. ഇവൻ വൈകുന്നേരം ചോദിക്കുമ്പോൾ വൈകുന്നേരം വേറൊരുത്തന്നെ നിന്ന് വാങ്ങിയിട്ട് ഇവന് കൊടുക്കും. അവൻ പിറ്റേ ദിവസം രാവിലെ ചോദിക്കുമ്പോൾ വേറൊരുത്തന്നെ അവന് കൊടുക്കും. ഇങ്ങനെ റോളിംഗ് ആണ്. ഇത് സമൂഹത്തിൽ നിന്നും കൂടി വരികയാണ്. നിസാരമല്ല, വലിയ വിഷയമാണത്. ബന്ധങ്ങളെ ഉലച്ചു കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉള്ള ഒരു സ്നേഹബന്ധമുണ്ട്, അത് തകരുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടാവും മനസ്സിൽ. ഇപ്പോഴും ഞാനിത് പറയുമ്പോഴേ തന്നെ അവൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഇത് പറഞ്ഞപ്പോഴേ അവൻ്റെ മോന്ത ഓർമ്മ വന്നു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ശരിയാണ് ഉസ്താദാ പറഞ്ഞത്. കാരണം ഇല്ല, പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ ഒരു വിവരവും ഇല്ല. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ അവൻ ഓൺലൈനിലുണ്ട്. മെസ്സേജ് അങ്ങോട്ട് ചെല്ലുന്നത് ഇവിടെ റെക്കോർഡിംഗ് എന്ന് കാണുമ്പോൾ അവൻ ഓഫ്ലൈനിലായിട്ട് അസ്സലാമു അലൈക്കും സ്വിച്ച് ഓഫ് ചെയ്ത് ഒറ്റ മുങ്ങൽ. ഇവിടുന്ന് സാധനം വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവന് മുങ്ങി. അങ്ങനത്തെ കൂട്ടുകാരനും ഉണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ചിലരൊക്കെ ഈ മജ്‌ലിസിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം അവർക്കൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചിരിക്കുന്നത്. ഈ പറഞ്ഞ കോലത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഉഷാറാണ്.
ബന്ധത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇഷ്ടംപോലെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോവാ. പിന്നെ ആളുടെ അഡ്രസ് ഇല്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ വല്ലാതെ കൂടി വരികയാണ്. നിസ്സാരമാക്കുന്നത് കൊണ്ടാണ്, നിസ്സാരമാക്കൽ കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നാളെ ആഖിറത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന വിപത്ത് ചെറുതാവിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് മനുഷ്യന്റെ ജനാസ കൊണ്ടുവന്നാലും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമായിരുന്നു, ഹൽ അലൈഹി ദൈനുൻ, അവന്റെ മേൽ വല്ല കടവുമുണ്ടോ സ്വാബാ. വേറെ ഒന്നും ചോദിക്കൂല, ഇവന്റെ മേൽ വല്ല കടവുമുണ്ടോ. നബി മുഹമ്മദ് മുസ്തഫ ഉണ്ട് എന്നറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറകോട്ടിങ് വലിയും, അവിടെ മാറി നിൽക്കും, മയ്യത്ത് നിസ്കരിക്കില്ല. ആരുടെ? സ്വഹാബിയുടെ, സ്വഹാബിയാകുന്ന വ്യക്തിയുടെ ജനാസ പോലും നിസ്കരിക്കാതെ മാറി നിൽക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സല്ലു അലൈ ഫഇന്നി ലാ ഉസല്ലി അലൈ, നിങ്ങൾ ഇവന്റെ മേൽ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കുന്നില്ല മയ്യിത്തെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത്ര ഗൗരവമുള്ള വിഷയമാണ്, അത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മളോ ഇന്ന് മരിച്ചിട്ട് വാപ്പ മരിച്ചു, ജനാസ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ഖാദിയാരോട് പറയാ, എനിക്കൊരു 10 മിനിറ്റ് തരണം വാള് പറയാം. ആയിക്കോട്ടെ ആജിയാർ. അപ്പോൾ ആജിയാർക്ക് വാള് പറയാൻ അവസരം കൊടുത്തു. എന്നാൽ ആയത്ത് ഹദീസ് ഓതിയിട്ട് തുടങ്ങാൻ, എൻ്റെ പേര് ഇന്ന പേരാണ്, പേര് പറയുന്നില്ല, പേരങ്ങ് പറയാം. എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, വാപ്പാടെ മേൽ വല്ല ബാധ്യത ആർക്കെങ്കിലും പൈസ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ മകനാകുന്ന മൂത്ത മകൻ, അപ്പോൾ എല്ലാം മൂപ്പും കാണിക്കും, എൻ്റെ മേൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. മയ്യത്ത് കബറടക്കി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി. ഒരു 10 ലക്ഷം രൂപ തരാണ്ടായിരുന്നു വാപ്പ, നാളെ തരാം. പിറ്റേ ദിവസം ഖത്തറിലേക്ക് കയറിയതാണ്. പിന്നെ ഇന്ന് വരെ അള്ളാഹത്ത് മഷി ഇട്ടെടുക്കണം. പിന്നെ ഇതേ ഖാദിയാരുടെ തന്നെ മഷി ഇടാൻ നമ്മൾ ചെല്ലുകയാണ്, ആളെ കണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇത് സമൂഹത്തിൽ വല്ലാതെ കൂടി വരികയാണ്. എല്ലാവരും വന്ന് ഇതിൻ്റെ മിമ്പറിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമായിട്ട് എല്ലാം ഏറ്റിട്ടങ്ങ് പോകും. പിന്നെ അള്ളാഹ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഒരു വിവരമില്ല, ഫോൺ വിളിച്ചിട്ടും വിവരമില്ല, ആൾ മുങ്ങിക്കളയാണ്. ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. നിസ്സാരവൽക്കരിക്കുന്നു എന്നർത്ഥം. പള്ളിക്കകത്ത് വെച്ച് അവനെടുത്ത ബാധ്യതയാണ്, അമാനത്താണത്, ഏറ്റെടുക്കാൻ. അപ്പാടെ എല്ലാ ബാധ്യതയും ഞാൻ ഏറ്റെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ആരൊരുവൻ ഈ ദുനിയാവിൽ ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നവരുണ്ടോ, എല്ലാവരുടെയും വിശ്വാസത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അമാനത്ത് ഏറ്റെടുക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, അത് പരിപൂർണമായി വീട്ടിൽ നിറവേറ്റാത്തവൻ അവൻ ഈമാൻ ഇല്ലാത്തവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പയുടെ എല്ലാ കടബാധ്യതകളും ഞാൻ ഏറ്റെടുത്തു എന്ന് മിമ്പറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് പള്ളിയുടെ അകത്തളത്തിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ജനാസ നമസ്കാരത്തിന്റെ വേളയിൽ ഏറ്റെടുത്തതായ മകനല്ലേ, വാപ്പയുടേതാകുന്ന സർവ്വബാധ്യതകളും ഏറ്റെടുത്ത പൊന്നുമോനെ വീട്ടിൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ വാപ്പയുടെ ഖബർ തീയാണ്, ഉപ്പാന്റെ ഖബറിൽ പ്രയാസമാണ്, ഉപ്പയുടെ ഖബറിൽ അല്ലാഹു അദാബ് ഇറക്കുമേ, അദാബ് ഇറക്കുമേ, നരകം കൊണ്ട് അല്ലാഹു ഖബറിൽ ശിക്ഷിക്കുമേ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആദരവായ പ്രവാസോനെ വിളിച്ചു ചോദിക്കുകയാണ്, ഹൽ അലൈഹി ദൈനുൻ, ഇവന്റെ മേൽ വല്ല കടവുമുണ്ടോ സ്വാബാ. ഉണ്ട് നബി എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിറകോട്ട് മാറുകയാണ്. നബി തങ്ങൾ വിളിച്ചു പറയുകയാണ്, സല്ലു അലൈഹി ഫഇന്നി ലാ ഉസല്ലി അലൈഹി. ഞാനില്ല അവന്റെ മേൽ കടമില്ല, കടമുള്ള ഒരുത്തന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് മാറുകയാണ്. ഒരിക്കലൊരു വ്യക്തിയുടെ ജനാസ കൊണ്ടുവരപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂല് സാധാരണ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, സഹാബാ ഹൽ അലൈഹി ദൈനുൻ, ഇവന്റെ മേൽ വല്ല കടവുമുള്ളതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? ഉണ്ട് നബി എന്ന് പറഞ്ഞതാകുന്ന പ്രവാചകരെ പിറകോട്ട് മാറിക്കൊണ്ട് സാധാരണ
സാധാരണ പറയുന്നത് പോലെ ഡയലോഗ് അനുവർത്തിക്കുകയാണ്. സല്ലു അലൈഹി ഫഇന്നീ ലാ ഉസല്ലി അലൈഹി. ഞാനിവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാനില്ല, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ മാറുകയാണ്. നഊദു ബില്ലാഹ്. എത്രയാണ് കടമുള്ളത് എന്ന് അറിയുമോ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ? ദിർഹമൈന് 2 ദിർഹമാണ്. കേവലം 2 രൂപ കടം ബാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. നിസ്കരിക്കാൻ തയ്യാറായില്ല. 2 ദിർഹം. അന്ന് ഈ 2 ദിർഹം കൊടുത്തു വിട്ടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാലഘട്ടം. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിലകൊള്ളുന്ന സഹാബത്ത് എല്ലാവരും വളരെയേറെ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നാൽ പിന്നെ ആരാണ് മയ്യത്ത് നിസ്കരിക്കുക? ഒരാൾ പോലും ആ ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരുന്നില്ല. മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറാവുന്നില്ല, മയ്യത്ത് നിസ്കരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ 2 രൂപ ദിർഹം ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ അദ്ദേഹത്തിന്റെ ബാധ്യത പറഞ്ഞപ്പോൾ നബി തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഉറപ്പുവരുത്തുകയാണ്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമതായി വീണ്ടും ചോദിക്കുകയാണ്. 3 പ്രാവശ്യത്തിന് ശേഷം ഉറപ്പുവരുത്തിയതാകുന്ന വ്യക്തിക്ക് മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കി അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതാകുന്ന പ്രവാചകരുടെ ചാരത്ത് നിന്ന് ആളുകൾ പിരിഞ്ഞു പോയാണ് ജനാസ കൊണ്ടുപോയ ഖബറടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രാവിലെ സുബഹി നമസ്കരിക്കാൻ ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴക്കാൻ പള്ളിയിലേക്ക് കടന്നു വരുമോ അല്ലാഹുവിന്റെ റസൂല് പള്ളിയുടെ അകത്തളത്തിൽ നടക്കുകയാണ്. ദിക്ർ ചൊല്ലിക്കൊണ്ട് വെപ്രാളത്തോടുകൂടി നടക്കുന്ന പ്രവാചകരെ കാണുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് മുഴക്കിയതായ ഇഖാമത്ത് കൊടുത്തു. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഐന ഫുലാൻ ബിൻ ഫുലാൻ. കടബാധ്യത ഏറ്റെടുത്തതാകുന്ന മനുഷ്യനെവിടെ? പഠിച്ചു വെക്കണേ സോദരാ സോദരി. അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കുകയാണ്. ലബ്ബൈക വസഅദൈക. നബിയേ, ഞാനിതാ ഇവിടെയുണ്ട് എന്ന് പ്രവാചകർക്ക് അടുക്കൽ വന്നുകൊണ്ട് ഉത്തരം പറഞ്ഞതാകുന്ന സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അവന്റെ ബാധ്യത വീട്ടിയോ? ഇല്ല നബിയേ. എന്റെ കയ്യിൽ പണമില്ല, ഞാൻ ഇന്ന് തന്നെ ജോലി ചെയ്ത് വീട്ടിൽ കൊള്ളാം റസൂലേ. വേഗം തന്നെ ഒരു ജൂതന്റെ തോട്ടത്തിനുള്ളിലേക്ക് ഈന്തപ്പഴം നനയ്ക്കാൻ പോയി. അതിൽ നിന്ന് കിട്ടിയതാകുന്ന നാണയത്തൊട്ടുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അതാ ഉച്ചയ്ക്ക് മുമ്പ് കയറി വരുകയാണ്. അത് അർഹതപ്പെട്ടവന്റെ കൈകളിലേക്ക് കൃത്യമായി നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സ്വഹാബത്തിനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നിറച്ചത്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകിയത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ജനങ്ങളുമായിട്ട് 2 രൂപയുടേതാകുന്ന ബാധ്യത വെച്ചെന്ന മനുഷ്യന്റെ ഖബറിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് എങ്കിൽ ഇന്ന് ലക്ഷക്കണക്ക് രൂപയുടെ ബാധ്യതകളുമായി ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവരില്ലേ? കടം വാങ്ങി കൂട്ടുന്നതായ സഹോദരനില്ലേ? സഹോദരിമാരില്ലേ? ഖബറിൽ തീയാണ്, ഖബറിൽ അദാബാണ്. ദുനിയാവും പോകും, ആഖിറവും പോകും. ദുനിയാവ് എങ്ങനെ പോകും? ഇവിടെ ഉള്ള ബന്ധങ്ങൾ മുഴുവനും നശിക്കും. ഇവിടെ നല്ലൊരു സുഹൃത്തായിരുന്നു, ആ സുഹൃത്തുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തി, അത് കൃത്യമാക്കിയില്ല, അവനുമായിട്ട് പിണങ്ങി. അങ്ങനെ എത്ര ബന്ധുക്കളുണ്ട് നമുക്ക്? എത്ര ബന്ധങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ ബന്ധങ്ങൾ മുഴുവനും ഇല്ലാതാകാൻ, സുഹൃത്ത് വലയം മുഴുവനും നഷ്ടപ്പെട്ടു പോവാൻ, സാഹോദര്യ ബന്ധം മുഴുവനും ഇല്ലാതായി പോവാൻ. അതാണല്ലോ മഹത്തുക്കളാകുന്ന അയിമ്മത്തുകൾ രേഖപ്പെടുത്തി, ഒരു വ്യക്തിയെ നല്ല രീതിയിൽ തിരിച്ചറിയണമെങ്കിൽ അവനുമായിട്ട് ഒന്നില്ലെങ്കിൽ യാത്ര പോകണം. ഉമർ റളിയല്ലാഹു അൻഹുവിനടക്കമുള്ള മഹത്തുക്കൾ ലോകത്തോട് പങ്കുവച്ച ആശയമാണത്. നല്ല ഒരു സുഹൃത്തിനെ കണ്ടെത്തണമെങ്കിൽ അവനുമായി ഒന്നില്ലെങ്കിൽ നല്ല യാത്ര നടത്തണം. യാത്ര നടത്തുമ്പോൾ അവൻ്റെ എല്ലാ കുരുത്തക്കേടുകളും നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ രണ്ടാമത്തത്, അവനുമായി സാമ്പത്തികമാകുന്ന ഇടപാട് ചെയ്തു നോക്കണം. പൈസ ഇടപാട്.
എന്തെങ്കിലും ഒരു പൈസ ഇടപാട് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് തരികിട കാണിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, നല്ല കൂട്ടുകാരനല്ല. മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോൾ ഈ പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന കാര്യത്തിന് ഇടപെട്ട അവൻ യഥാർത്ഥ കൂട്ടുകാരനാണോ? خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله ഖല്ലി എന്ന സോദര, ഖല്ലി നീ ഒഴിവാക്കണം, ഖല്ലി എന്ന സോദര, ഖുല്ലത്തൽ ഖിദ്ലാനി നിന്യന്മാരോടുമുള്ള സഹവാസത്തെ പരിപൂർണമായി നീ ഒഴിവാക്കണേ. ഖല്ലി നീ ഒഴിവാക്കണം. ഉത്റുക് ഖല്ലി എന്ന സഹോദര, ഖുല്ലത്തൽ ഖിദ്ലാനി നിന്യന്മാരുമായിട്ടുള്ള സഹവാസത്തെ ഒഴിവാക്കണം. ഖൗഫൽ ഖാത്തിമ അന്ത്യത്തെ ഭയന്നിട്ട്, ആഖിബത്ത് മോശമാകുമെന്നുള്ള ഭയപ്പാടിൽ മോശപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഒഴിവാക്കണം. റമദാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഇതുവരെയുള്ള കൂട്ടുകെട്ടിനൊക്കെ ഒന്ന് ഓർക്കുക. ആരാ ഇപ്പം നിന്റെ കൂട്ടുകാരൻ? യഥാർത്ഥ കൂട്ടുകാരൻ അവൻ ദീനുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കൂട്ടുകാരനാണോ? അതല്ല നിന്റെ ഉള്ള സമ്പത്ത് കണ്ടിട്ട് നിന്റെ കൂടെ കൂടിയിരിക്കുന്നവനാണോ? നീ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നിന്നോട് ഭയങ്കര ഇഷ്ടം, നീ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നു, നിന്റെ കയ്യിൽ ഒന്നുമില്ല, നീ സാമ്പത്തികമായി വളരെ ഞെരുക്കമാണെന്ന് കണ്ടപ്പോൾ നിന്നെ പഴയ മൈൻഡില്ല, അപ്പം നിന്നെ ഒഴിവാക്കാൻ. അങ്ങനത്തെ കൂട്ടുകാരനാണെങ്കിൽ നിന്റെ പൈസ കണ്ടിട്ട് അവൻ കൂടിയതാണ്. നിനക്ക് നല്ല ശമ്പളമുണ്ട്, ഗവൺമെന്റിന്റെ നല്ല ശമ്പളമുണ്ട്, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ നല്ല സാമ്പത്തികമുണ്ട്, നല്ല ബിസിനസ്സുകാരനാണ് എന്ന് കണ്ടിട്ട് നിന്റെ കൂടെ കൂടിയിട്ടുള്ളവൻ, അല്ലെങ്കിൽ നിന്റെ സഹോദരിമാരോട് കൂട്ടുകൂടുന്ന കൂട്ടുകാരികൾ, നിന്റെ ഭർത്താവിന്റെ സമ്പത്ത്, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ കിടക്കുന്ന വള മോതിരം കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചിടാൻ, ആ വളയൊന്നും ഇങ്ങോട്ട് തന്നേക്ക്, കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോയതാണ്. പിന്നെ അല്ല പിന്നെ അറിയുന്നുണ്ട് ലോക്കറി പണയത്തിലിരിക്കുകയാണ്. അള്ളാഹു മളക്കാക്കട്ടെ. ഉണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ ചില സംഭവങ്ങൾ അങ്ങനെ നടന്നത് ഇഷ്ടംപോലെ കേസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാരി ഭർത്താവ് അറിയാതെ കൂട്ടുകാരികൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലർ വള വാങ്ങിച്ചിടും, മാല വാങ്ങിച്ചിടും, കല്യാണത്തിന് കൊണ്ടുപോയിട്ടതാണ്. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരവും ഇല്ല. ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ തരാം, മറ്റന്നാൾ തരാം. അവസാനം വീട്ടിലെത്തിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സാധനം ഇപ്പോൾ ബാങ്കിൽ കൊണ്ടുവച്ചിരിക്കുക, അവിടെ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞു. 2 ലക്ഷം രൂപ എടുത്താൽ സാധനം എടുക്കാമെന്ന്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഭർത്താവ് അറിയാതെ കൊടുത്തതാകുന്ന വളയും മോലയൊക്കെയാണ് അത് ഈ കോലത്തിലായി. ഇതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടികളാണ്. അവനവനുള്ളത് വൃത്തിയായിട്ട് റാഹത്തായിട്ട് ഇട്ട് കിടന്നാൽ പോരെ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? അതാണ് വഞ്ചിക്കുന്ന സ്വഭാവം. പണ്ട് മുതലേ ഉള്ളതാണ്. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹായം, പരസഹായം ചെയ്യാം. പക്ഷെ ആ പരസഹായം ഇന്ന് ഏറ്റവും അടുത്ത ആളുകൾക്ക് ചെയ്തിട്ട് ആ ബന്ധങ്ങൾ മുഴുവനും ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാനം ഭർത്താവുമായി പ്രശ്നമായി. നീ എന്തിനാണ് സ്വർണം കൊടുത്തത് എന്ന് ചോദിച്ച് അവിടെ ഒരു വഴക്കായി, അവർക്കിടയിൽ വിള്ളലായി. ഈ ഒരു നിസാര വിഷയം, കൂട്ടുകാരിക്ക് കൈമാറിയ ഒരു സ്വർണത്തിന്റെ വിഷയം അല്ലെങ്കിൽ പൈസയുടെ വിഷയം, ഒരു 5000 രൂപ ഒരു കടം ചോദിച്ചു. നിങ്ങളുടെ ഭർത്താവ് അറിയാതെ തന്നെ തരണമെന്ന് വാശി പറയാൻ. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ കൊടുത്തു. അവസാനം ഭർത്താവ് പിന്നീട് ആ പൈസ ചോദിക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് എടുക്കാനില്ല, മറിക്കാനില്ല. ആകെ പ്രയാസമായി, വീട്ടിൽ ഒച്ചപ്പാടും ബഹളമായി, ഉള്ള ബന്ധം കൂടി ഇല്ലാതാകുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിലൊക്കെ വല്ലാതെ വ്യാപിച്ചു വരികയാണ്. ചെറിയ വിഷയങ്ങളാണ്, പക്ഷെ അത് പർവ്വതീകരിക്കപ്പെട്ടു. എന്തിൻ്റെ പേരിൽ? വഞ്ചനാത്മകമായ സ്വഭാവം ചിലര് സമീപിച്ചതിൻ്റെ പേരിൽ, ചിലരത് നടത്തിയതിൻ്റെ പേരിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. മറ്റൊരുത്തൻ്റെ മുന്നിൽ പോയി കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോഴും ദ്വാരക്കണം, അല്ലാഹുമ്മ അഗ്നിനാ ബിഫളിക അമ്മൻ സിവാക്. നല്ല ദുആ ആണ്. اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود أغننا بحلالك عن حرامك وبطاعتك عن معصيتك وأغننا بفضلك عمن سواك. ഏറ്റവും നല്ല ദുആആണ്. മഗ്‌രിബിന് ശേഷം ദുആരക്കല്ലേ? ആരാ ഇവിടെ ആമീൻ പറയാനുള്ളത്? നമ്മളൊക്കെ എഴുന്നേറ്റ് ഓടി, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കുകയാണ്, ചാണ്ട് ഇറങ്ങി ഓടുകയാണ്. ആരായി ഓടുന്നവൻ? സുസുന്നിയാണ്, 110 സുന്നിയാണ്. പക്ഷെ ഒറ്റ സുന്നത്ത് ജീവിതത്തിലില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
പേര് സുന്നി എന്നാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ഔറാദ് ദിക്റുകൾ ഒന്നും അവനെടുക്കാനില്ല. സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇല്ല, ഒന്നുമില്ല. കടപ്പുറത്ത് പോയിട്ട് തിര എണ്ണിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യും. ജീവിതത്തിലെല്ലാം മാറ്റം വരട്ടെ. റമദാനിന് മുന്നോടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ദീർഘായുസ് വേണോ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് വേണോ? ആരാ അത് ആഗ്രഹിക്കാത്ത? ഈ മജ്‌ലിസിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ധാരാളം കാലം ദീനിലായി ജീവിക്കുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഫൽ യസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധങ്ങൾ ചേർത്താൽ ആയുസ് കൂടും. അപ്പം നാളെ മുതലുള്ള റമദാനിന് മുന്നോടിയായിട്ട് നമ്മുടെ ബന്ധങ്ങളെ ചേർക്കാനുള്ള ദിവസങ്ങളാണ്. പണ്ട് കാലത്ത് ദൂരെയുള്ള സ്ഥലത്ത് പോയി നമ്മുടെ മാമ, നമ്മുടേതാകുന്ന എളാമ്മ, മൂത്തുമ്മ, കൊച്ചുമ്മ, വാപ്പയുടെ ജ്യേഷ്ഠൻ, ഉമ്മയുടെ ജ്യേഷ്ഠത്തി, ഇങ്ങനെ പലരെയും ദൂരെയാണ്. അവിടെയൊക്കെ പോയി കാണണം. ഇന്നിപ്പോൾ വിരലിൻ്റെ തുമ്പിലുണ്ട്. ഫോണൊന്ന് വിളിച്ചാൽ തന്നെ ബന്ധം ചേർക്കലായി. ഇനി പോയി കാണേണ്ട രോഗികളാണെങ്കിൽ അവരെ ഒന്ന് പോയി കാണണം. ഏറ്റവും ചുരുങ്ങിയത് മൊബൈലിലെങ്കിലും ഒന്ന് സംസാരിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്. ഇത്രയും വിരലിൻ്റെ തുമ്പത്ത് അല്ലാഹു സൗകര്യം ഏർപ്പെടുത്തി തന്നിട്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢി ആരാണ്? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ബന്ധങ്ങളെ ഒന്ന് ചേർക്കണം. നാളത്തെ ദിവസം തന്നെ ഒന്ന് തിരഞ്ഞെടുക്കുക. ആരെയാണ് പിണങ്ങി നിൽക്കുന്നത്, ആരാണ് നമ്മുടെ കുടുംബത്തിൽ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ, അവരെ ഒന്ന് ചേർത്ത് വെക്കണം. ദാമ്പത്യ ജീവിതം തന്നെ വളരെയേറെ താറുമാറായി പോകുന്ന ധാരാളം ആളുകളുണ്ട്, ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുണ്ട്. ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ച് അവസാനം തലാഖിലേക്ക് എത്തിപ്പെട്ടു പോകുന്നുണ്ട്. എന്തുകൊണ്ടാ കാരണം? ഇസ്ലാമികമാകുന്ന നിലയ്ക്ക് നമ്മുടെ വൈവാഹിക ജീവികൾ ഒന്നും തന്നെ വരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധൂർത്തും ദുർവയവുമൊക്കെ നമ്മുടേതാകുന്ന വിവാഹ ജീവിതത്തിൽ കൂടി വന്നു. ദീനില്ലാതായി പോയി. നിസ്കാരമില്ല. കല്യാണത്തിന്റെ പേരിൽ മാസങ്ങളായിട്ട് നിസ്കരിച്ചിട്ട് പുതിയാപ്പിള നിസ്കരിക്കുന്നില്ല, പുതിയ പെണ്ണ് പൊട്ടിയിട്ടിട്ടിരിക്കുകയാണ്. 3 ദിവസമായി നിസ്കരിച്ചിട്ട്. 4ൻ്റെ അന്ന് ഇതെല്ലാം തേച്ച് കഴുകിയിട്ട് വേണം എനിക്ക് നിസ്കരിക്കാൻ കയറാൻ. നിസ്കാരം എത്രയോ നമസ്കാരങ്ങൾ നമ്മൾ കളഞ്ഞു. സുന്നത്തായ ഒരു അമലിന് വേണ്ടി എത്രയോ ഫർളുകൾ നമ്മൾ ഇല്ലാതാക്കി. പിന്നെ അങ്ങനെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ഭർത്താവുമായി പിണങ്ങിയില്ലെങ്കിലേ അതിശയമുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നിന്റെ ജീവിതത്തിൽ ദീൻ നഷ്ടപ്പെട്ടു പോയി പരിപൂർണമായി. അള്ളാഹു നമുക്ക് സംരക്ഷണം നസീബാക്കുമാറാവട്ടെ. അള്ളാഹു നസീബാക്കട്ടെ. എത്ര പിണക്കമുള്ളവനുമായിട്ട് ഇണങ്ങണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സ്വഹാബി നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയോട് ചോദിക്കാൻ, നമുക്കൊക്കെ ചോദിക്കാനുള്ള ഒരു ചോദ്യവും അതിൻ്റെ മറുപടി. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ നിർത്തുകയാണ്, അധികം ദീർഘിപ്പിക്കൂല. ഇത് കേട്ടോ, ഈ ഒരു സംഭവം കേട്ടോ. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇന്നലി ദവിയ റഹാം അസിലൂ വയഖതഊൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, എനിക്ക് ഏറ്റവും അടുത്തതാകുന്ന രക്തബന്ധുക്കളുണ്ട് നബിയേ. അസിലു, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നവനാണ്. വയഖതഊൻ, അവർ ബന്ധങ്ങൾ പരിപൂർണമായി വിച്ഛേദിക്കുന്നവരാണ്. ഞാൻ എത്ര അങ്ങോട്ട് പോയി ബന്ധം ചേർത്താലും അവർ പരിപൂർണമായി തിരിഞ്ഞു നിൽക്കുന്നവരാണ്. ഞാൻ അവർക്ക് അവർ ചെയ്തതാകുന്ന എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചെയ്തു കൊടുത്തവനാണ്. എന്നാൽ അവർ എന്നെ ആക്രമിക്കുകയാ, എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുകയാണ്. എന്നെ ചീത്ത വിളിക്കുന്നവരാണ്, എന്നെ കൂകി വിളിക്കുന്നവരാണ്, എന്നെ കുറിച്ച് അനാവശ്യ വാക്കുകൾ പറയുന്നവരാണ്. അവർക്ക് ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തു കൊടുക്കാറുണ്ട്, അവർ എന്നോട് മോശമാണ് ചെയ്യാറുള്ളത്. റസൂലേ, അഫൗ കാഫിയൂഹും യാ ഹബീബല്ലാഹ്. ഇനി ഞാൻ അവർ എന്നോട് പെരുമാറിയ അതേ നിലയിൽ തുടരട്ടെ റസൂലേ. ഇനി അവർ ചെയ്തതുപോലെ പകരം ഞാൻ ചെയ്യട്ടെ ഹബീബേ. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. എപ്പോൾ സലാം പറഞ്ഞു ചെന്നാലും അവർ മൈൻഡ് ചെയ്യൂല. വീട്ടുകാരനൊന്നില്ലേ ഇറങ്ങിപ്പോവും.
അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ ഭാര്യയായിട്ട് ഇങ്ങനെ ഉള്ള വീടുകളിൽ പോയി കയറി അസ്സലാമു അലൈക്കും പറയുമ്പോഴായിരിക്കും അതൊക്കെ അവനിറങ്ങിപ്പോകുന്നു. വീട്ടുകാരൻ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വലിയ പൊതിയൊക്കെ കെട്ടി റാഹത്തായിട്ട് ചെന്നതാണ്. പൊതിയൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും. ചിലർ പൊതിയെടുത്ത് വലിച്ചെറിയും, ചിലർ മൈൻഡ് ചെയ്തില്ല, പൊതിയിലേക്ക് നോക്കുപോലുമില്ല, നിങ്ങളെ ഇട്ട് സൽക്കരിക്കത്തൂല്ല, വെള്ളം പോലും തരൂല, മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നിൽക്കും. ഉണ്ട്, ഇഷ്ടം പോലെ ആളുകൾ അങ്ങനെ ഉണ്ടാവും. എത്ര നിങ്ങൾ അടുത്തേക്ക് എന്നാലും അവർ ചീത്ത വിളിക്കും. ഇനി അഥവാ നിങ്ങൾ അപ്പോൾ മൈൻഡ് ചെയ്താലും നിങ്ങളൊക്കെ കണ്ടെന്ന് വരുത്തിയാൽ നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ നാട്ടുകാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ കുറിച്ച് നിങ്ങളെ കേൾക്കേ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടി തന്നെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാതിലെത്തുകയും ചെയ്യും. നിങ്ങൾ ആ വീട്ടിൽ പോയതിനു ശേഷം പിന്നീട് അവർ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച്, അതെല്ലാം നിങ്ങളുടെ കാതിൽ കേൾക്കും. മാനസികമായ വലിയ വിഷമം. ഭാര്യയുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിങ്ങൾക്കൊരു അനുഭവം അങ്ങനെ ഉണ്ടായാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാൻ മനസ്സ് വരില്ല. ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് ഏറ്റവും ശാഠ്യം പിടിക്കുക ഭാര്യയാണ്. കാരണം നിങ്ങൾക്ക് അത്തരത്തിലുള്ളതാകുന്ന ഒരു ദുരഭിമാനം വരരുത് എന്ന് ആശിച്ചിട്ട് ഭാര്യ പറയും, ഇക്ക ഇനി അങ്ങോട്ട് പോകണ്ട, ആ വീട്ടിലേക്ക് ഇനി പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിക്കും. ഇതേ ഒരവസ്ഥയിലാണ് ഈ സ്വഹാബി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി എൻ്റെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളാണ്, ഞാൻ അവരോട് എത്ര നന്മ ചെയ്താലും അവരെന്നോട് തിന്മയാണ് ചെയ്യുന്നത്. ഞാൻ എത്ര അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുത്താലും അവരിങ്ങോട്ട് എപ്പോഴും വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ ചിലർ കണ്ടില്ലേ, അയൽവാസികൾ തന്നെ ബന്ധുക്കൾ തന്നെ അരച്ചാൻ വഴിയുടെ വിഷയത്തിൽ കത്തിക്കൂത്താണ്. എത്ര അപകടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പർദ്ദയിട്ട ഉമ്മ റോഡിൽ വന്ന് വിളിക്കുന്നത് പുളിച്ച ചീത്ത വിളിക്കുകയാണ്. റോഡിൽ ഇറങ്ങിയിട്ട് നാട്ടുകാർ മുഴുവൻ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, ലോകം മുഴുവൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഉമ്മ വടിവാളുമായിട്ട് സാധനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, കത്തിക്കുത്ത് റോഡിൽ ഇറങ്ങിയിട്ട് കുത്തുറാത്തിയിട്ട് അതിന് നേതൃത്വം കൊടുക്കുകയാണ്. എന്നിട്ടോ വൈകിട്ട് രാത്രി കയറി നിന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ തസ്ബീഹ്, അസറിന് ശേഷം തെറിവിളി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാ പരിപാടി. ഇതെങ്ങനെ ശരിയാകാനാണ്? ഇത് രണ്ടും കൂടി യോജിക്കൂല. വൈകിട്ട് ഈ ദിക്റും ഔറാദും തസ്ബീഹും, എന്നിട്ട് പകല് മുഴുവൻ എന്താ പരിപാടി? പകല് മുഴുവൻ അയൽവാസിയെ ചീത്ത വിളി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒച്ചപ്പാട് ബോളുണ്ടാക്കിയ കേസിന്റെ പുറകെ പോവുക. ചെറിയ വിഷയമാണ്, പക്ഷെ അത് ഒരിക്കലും തോറ്റുകൊടുക്കാൻ തയ്യാറാവൂല. ദുനിയാവല്ലേ, ഇവിടെ നമ്മളൊന്ന് തോറ്റുകൊടുക്കിൻ, ആഖിറത്തിൽ നമുക്ക് വിജയം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടുപേർക്കിടയിൽ പിണക്കമുണ്ടായി, അവർക്കിടയിൽ ആദ്യം അസ്സലാമു അലൈക്കും പറഞ്ഞ് സലാം പറഞ്ഞ് ചെല്ലുന്നവനാണ് സ്വർഗമുണ്ടാവുക, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് അവനാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ മുന്നിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കും. ആരുടെ മുന്നിൽ? എല്ലാ ദാക്ഷിതകളും എടുത്തു മാറ്റി പിണക്കം തീർക്കാൻ വേണ്ടി ആദ്യം ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവനാണ് സ്വർഗമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് പറ്റുമോ? നമ്മുടെ മനസ്സിന്റെ ധാർഷ്ട്യം അങ്ങനെയല്ലല്ലോ. നമ്മൾ വലിയ ആളാണ്, ഏറ്റവും വലിയ ഉന്നതനായ കുലീനതുമാകുന്ന തറവാട്ടിൽപ്പെട്ട വ്യക്തിയായിട്ടാണ് നമ്മളെ കാണുന്നത്. ഏറ്റവും വലിയ ഖുറൈശിയായിട്ടാണ് ജീവിക്കുന്നത്. അഹങ്കാരമാണ് നമ്മുടെ മനസ്സിൽ, ധിക്കാരമാണ്. നമ്മൾ ഒരിക്കലും വകവെച്ച് കൊടുക്കൂല, ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവൂല. അവൻ ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ചാലും മൈൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞ് നിലകൊള്ളുകയാണ്. ഒരാൾ ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞാൽ പോലും തിരിച്ചു പറയാത്ത ആളുകൾ. സലാം പറയൽ സുന്നത്താണ്, മടക്കൽ വാജിബാണ്. ആ ഒരു ബോധം പോലും ഇല്ലാത്ത ആളുകൾ നമ്മൾ കൂട്ടത്തിലുണ്ട്. എത്ര ഇണങ്ങാൻ ചെന്നാൽ ഇവൻ വെട്ടുപോത്തിനെ പോലെ നിൽക്കണം, മൈൻഡ് ചെയ്യൂല, തീരെ മൈൻഡ് ചെയ്യൂല. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. അവൻ യഥാർത്ഥ മോമിനല്ല. നീ ദുനിയാവിൽ വാശി പിടിക്കുന്നതൊക്കെ നിന്റെ ആഖിറ നഷ്ടപ്പെടുത്താൻ കാരണം. സീനോതി തീർത്തു, ഖത്മുകൾ ധാരാളം, 60, 70, 100, 150 ഖത്മോതി, ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലി, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പി, റമളാൻ മുഴുവനും ഇബാദത്തെടുത്തു, തറാവീഹ് മുഴുവനും നിസ്കരിച്ചു, ഏത് ഉറക്കമൊളിച്ചിട്ടും ഏത് പാതിരാത്രിയിലും പാറപ്പള്ളി മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്തു, ഔലിയാക്കളെ സ്നേഹിച്ചു, മഹത്തുക്കളെ സ്നേഹിച്ചു, സഹാബത്തിനെ ഇഷ്ടപ്പെട്ടു, ഒക്കെ ചെയ്തു. കുടുംബങ്ങളെ ചേർത്ത് വെക്കുന്നില്ല. എപ്പോഴും കുടുംബക്കാരുമായിട്ട് കീരിയും പാമ്പും പോലെ. രക്ഷപ്പെടൂല. കാരണം ഇവരുടെ തണല് കിട്ടൂല. അത് മനസ്സിലാക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് ചോദിച്ചതായ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എനിക്ക് ഏറ്റവും അടുത്തതാകുന്ന ബന്ധുക്കളുണ്ട്, ഞാൻ അവരോട് വലിയതാകുന്ന സ്നേഹബന്ധം വെക്കുമ്പോ അവർ എന്നോട് പരിപൂർണമായി തിരിഞ്ഞു നിൽക്കുകയാണ് റസൂലേ.
ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നവനാണ്, അവർ ബന്ധം വിച്ഛേദിക്കുകയാണ്. ഞാൻ അവരെ സഹായിക്കുമ്പോ അവർ എന്നെ ആക്രമിക്കുകയാണ്. റസൂലേ അഫൗകാഫിയുഹും യാ ഹബീബല്ലാഹ്, ഇനി അതേ നിലയിൽ ഞാൻ അവരോട് തുടരട്ടെ, അവരോട് ഇനി അതേ രീതിയിൽ തന്നെ ചെയ്യട്ടെ എന്ന്, അവർ ചെയ്യുന്നത് പോലെ ഞാൻ തിരിച്ചു ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ, പാടില്ല, പാടില്ല. വലാകിൻ ജുദ് ബിൽ ഫളിൽ വഅഹ്സിൻ, നന്മ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരോട് മോശമാകുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല, അവരോട് മോശപ്പെട്ട ശൈലി അവലംബിക്കാൻ പാടില്ല, അവർക്ക് വീണ്ടും നന്മ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവരെത്ര ആക്രമണം ചെയ്താലും അവരിലേക്ക് നീ വീണ്ടും നന്മ ചെയ്തുകൊണ്ട് നിലകൊള്ളണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എനിക്കത് പറ്റൂല എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനല്ല. കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇഷ്ടം വെച്ചവനല്ല. നബി തങ്ങൾ എന്ത് പറയുന്നോ എന്ത് ചെയ്തോ അത് ചെയ്യുന്നവനാണ് മുഅ്മിൻ സുന്നി. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുന്നികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് വരാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞോ അത് നമ്മൾ ചെയ്യും. പിണങ്ങി നിൽക്കുന്നവനുമായിട്ട് വീണ്ടും അസ്സലാമു അലൈക്കും പറഞ്ഞ് ചെല്ലണം. അവൻ എത്ര ആട്ടി ഓടിച്ചാലും ഏതെല്ലാം നിലയിൽ നമ്മളോട് പെരുമാറിയാലും നമ്മൾ അത് ചെയ്യണം. അല്ലാതെ നീ നിലകൊണ്ടാൽ 3 ദിവസം തികയേണ്ട, മരണം സംഭവിച്ചാൽ നരകം സുനിശ്ചിതം. ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് റമദാനിന് മുന്നോടിയായിട്ട് എത്രയും വേഗം ചെയ്യേണ്ടതാകുന്ന ഒന്നാണ് ബന്ധങ്ങളെ ചേർത്ത് വെക്കുക. നോക്കൂ നിങ്ങൾ, റമദാനിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് തൗബ, അല്ലേ? റമദാനിന് മുന്നെയാണ് തൗബ വേണ്ടത്. 27-ാം രാവിന് മാത്രമല്ല. 27-ാം രാവിന് ചെയ്താൽ അതിന് ശേഷമുള്ളതല്ലേ സ്വീകാര്യത വരിക. പിന്നെ 28, 29 2 ദിവസമേ ഉള്ളൂ. അപ്പൊ അതുവരെ ചെയ്തത് സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണമെങ്കിൽ റമദാനിന് മുമ്പ് തൗബ ചെയ്യണം. എന്താ തൗബ? അത്തൗബത്തു അന്നദം. ഒന്നാമതായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ടുള്ളതാകുന്ന ഖേദമാണ്. ഇന്ന് വരെ ഒരുപാട് ആളുകളുമായി പിണക്കം വെച്ച ആളുകളാണ് നമ്മൾ. ഒരുപാട് നമസ്കാരങ്ങളെ വൃഥാവിലാക്കിയവരാണ്. ഈ മജ്‌ലിസിലിരിക്കുന്ന പലരും നമസ്കാരങ്ങളെ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് ശ്രദ്ധ വെക്കേണ്ട സമയവും സന്ദർഭവുമാണിത്. നമസ്കാരങ്ങളെ ഖളാ വീട്ടണം. കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ റമദാനിന് മുമ്പായിട്ട് എത്രയും വേഗം ഖളാ വീട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ റമദാനിൽ രോഗികളായ ആളുകൾ, പുരുഷന്മാരും ഉണ്ടാകും സ്ത്രീകളും ഉണ്ടാകും. സ്ത്രീകളിൽ അശുദ്ധിയുടെ ഘട്ടമുണ്ടായിരുന്ന സഹോദരിമാരുണ്ടാകും. ഈ റമദാനിന് മുന്നോടിയായി ആ നോമ്പുകളെയൊക്കെ ഖളാ വീട്ടണം. അലയ്യ അൻ അസൂമ മിൻ റമദാൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, റമദാനിലെ നോമ്പ് എനിക്ക് ഖളാ വീട്ടൻ ഉണ്ട്. ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫീ ശഅബാൻ. അതെല്ലാം ഞാൻ ഖളാ വീട്ടാറുള്ളത് എപ്പോഴാണ്? ശഅബാൻ മാസത്തിലാണ് എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഞാനിത് പറഞ്ഞത് സ്ത്രീകളോടാണ്, വളരെ ശ്രദ്ധിക്കണം. പുരുഷന്മാരോടുമാണ്. കാരണം രോഗികളായ ആളുകൾ പുരുഷന്മാരുണ്ട്. നോമ്പ് ഖളാ വീട്ടാനുള്ളത് എത്രയും വേഗം ഖളാ വീട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് ഈ റമദാനിന് മുമ്പ് വീട്ടണമെന്ന് പറയാൻ കാരണം? കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ റമദാനിന് മുൻപേ വീട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത റമദാൻ പ്രവേശിക്കലോടുകൂടി പിന്നീട് കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഖളാ വീട്ടുമ്പോൾ ഓരോ നോമ്പിനും 1 മുദ് അഥവാ 800 മില്ലിഗ്രാം ധാന്യം അരി പാവപ്പെട്ടവന് കൊടുക്കൽ നിർബന്ധമായി തീരും. ഒരു നോമ്പിന് 1 മുദ്. അപ്പോൾ 10 കൊല്ലം മുമ്പുള്ള ഒരു റമദാനിലെ നോമ്പ് ഖളാ വീട്ടാൻ എങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. 10 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് ഓരോ റമദാൻ കയറി വരുമ്പോഴും 10 മുദ് നിർബന്ധമായി വരും. ഓരോ റമദാൻ രണ്ടാമത്തെ ആകുമ്പോൾ 2 മുദ്ദായി, 3 റമദാൻ കഴിയുമ്പോൾ 3ആയി, 4 റമദാൻ ആകുമ്പോൾ 4 മുദ്ദായി. അപ്പോൾ 10 വർഷം മുമ്പുള്ളതാകുന്ന ഒരു നോമ്പ് ഖളാ വീട്ടാൻ നിന്നാൽ എന്ത് വേണം? നോമ്പ് 1 മതി, പക്ഷെ മുദ് ആവർത്തിക്കും, തക്കറാറുണ്ടാവും, ആവർത്തിക്കും. ഇതൊരു മസലയാണ്. ഷാഫി മദ്ഹബിലെ ആധികാരികമാകുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും വ്യക്തമാക്കിയ ഒരു വിഷയമാണ് ഈ പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും പലരും അശ്രദ്ധരാകുന്ന ഒരു മസലയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. വർഷം ആവർത്തിക്കും തോറും റമദാൻ ഓരോന്നോരോന്ന് കടന്നു കയറി വരും തോറും അവന് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് കൂടി കൊടുക്കൽ നിർബന്ധമാകും. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് റമദാൻ ആകുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് നോമ്പിനെ ഖളാ വീട്ടാൻ മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ
മഹദി അവറുകൾ വരെ ശ്രദ്ധിച്ചത്. ഇതേപോലെ തന്നെ നിസ്കാരവും എത്രയും വേഗം നമ്മൾ ഖളാ വീട്ടണം. കാരണം ഓരോ വഖത്ത് കഴിഞ്ഞു കിടക്കുന്നതോറും ഓരോ ദിവസം കഴിയുന്തോറും നമുക്കതിൻ്റെ ശിക്ഷ ഇരട്ടിയാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു വഖത്തിലെ നിസ്കാരം, ഇപ്പം രാവിലത്തെ സുബഹി, അതിന് നാളെ നിസ്കരിക്കുക എന്ന് പറഞ്ഞു വെക്കല്ല. എത്രയും വേഗം നമുക്ക് സമയമാകുമെങ്കിൽ അത്രയും നേരത്തെ നമസ്കരിച്ച ഖളാ വീട്ടണം. കാരണം വീട്ടാതിരിക്കുന്ന ഓരോ സെക്കൻഡുകളും അവൻ്റെ മേൽ ചോദ്യമുണ്ടാകും, ചോദ്യം കനക്കും, ശിക്ഷ കനക്കും. അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് എത്രയും വേഗം നിസ്കാരങ്ങൾ ഖളാ ഉള്ളത് അത് ഖളാ വീട്ടാൻ ശ്രമിക്കുക. നോമ്പ് ഖളാ ഉള്ളത് ഖളാ വീട്ടാൻ ശ്രമിക്കുക. ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും മനസ്സിൽ കൊണ്ടുവന്ന് തൗബ ചെയ്യുക. ആണല്ലോ തൗബ. ഖേദമുണ്ടാവുക ഒന്നാമതായി. രണ്ടാമതായി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഒഴിവാക്കുക. 3, ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4-മത്തത് ജനങ്ങളുമായിട്ടുള്ള ഇടപാടാണ്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ജനങ്ങളുമായിട്ടുള്ള എല്ലാ ഹക്കിടപാടുകളും തീർക്കണം. സാമ്പത്തിക ഇടപാടാണെങ്കിൽ അങ്ങനെ. ഒരാളുടെ അഭിമാനം പിച്ചി ചീന്തിയിട്ടുണ്ട്, അയാളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിയിക്കണം. ഇനി അയാൾ സ്ഥലത്തില്ല, ഗൾഫിലാണ് എങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യണം. എന്നിട്ട് അയാളെ കണ്ട് പൊരുത്തപ്പെടിയിക്കണം. പൊരുത്തപ്പെടിയിക്കാതെ നമ്മുടെ തൗബ സ്വീകരിക്കില്ല. തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യതയില്ല. പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ തീർക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പല ആളുകൾ കടം ബാക്കി വെച്ചിട്ട് ഉംറയ്ക്ക് പോകുന്നവരുണ്ട്, സ്വീകരിക്കില്ല. കട ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, എന്നിട്ട് ഹജ്ജിന് പോവാൻ ആ കടക്കാരാകുന്ന വ്യക്തികളോട് ഉള്ള ബാധ്യതയുണ്ട്, അത് നിറവേറ്റുന്നില്ല, ഹക്കടപാടുകൾ തീർക്കുന്നില്ല. ഒരു അമലും സ്വീകരിക്കപ്പെടൂല. റമദാനും കബൂലാവൂല. റമദാൻ കണ്ടുമുട്ടാത്ത, അതിലേറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്തതാകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ബന്ധങ്ങളെ ചേർത്ത് വെക്കാത്തവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ വൽഹാസിൽ നമുക്ക് മുമ്പിലുള്ളത് റമദാനാണ്. ആ റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായും തൗബയുടെ 4-മത്തെ ഷർത്തിൽപ്പെട്ടതാകുന്ന, നിബന്ധനയിൽപ്പെട്ടതാകുന്ന ബന്ധങ്ങളെ ചേർത്ത് വെക്കണം. ഒരാളുമായി, ഒരു സൃഷ്ടികളുമായിട്ട് ഒരു നിലയ്ക്കുമുള്ളതാകുന്ന പ്രയാസമുണ്ടാവാൻ പാടില്ല. എല്ലാവരോടും സ്നേഹം വേണം. എല്ലാവരുമായിട്ടുള്ള ഇടപാടുകൾ തീർത്തിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എങ്കിൽ മാത്രമേ റമദാൻ നമുക്ക് അനുകൂലമാവുകയുള്ളൂ. റമദാൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ജാഅ റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന. പരിശുദ്ധമായ റമദാനിൻ്റെതാകുന്ന ആദ്യ രാത്രി കടന്നു വന്നാൽ, റമദാനിന്റെ പിറകണ്ടതോടുകൂടി സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറക്കുകയാണ്. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. നരകത്തിന്റെ 7 കവാടങ്ങൾ പരിപൂർണമായി അടയ്ക്കപ്പെടുകയാണ്. എല്ലാ പിശാചുക്കളെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ പിശാചുക്കളെ കൊണ്ടുവന്ന് അല്ലാഹു ചങ്ങലക്കിടുകയാണ്. സ്വർഗത്തെ അല്ലാഹു അലങ്കരിക്കുകയാണ്. സ്വർഗത്തെ അല്ലാഹു തുറന്നിടുകയാണ്. നരകത്തെ അല്ലാഹു അടയ്ക്കുകയാണ്. കാരണം ഇതൊരു ശ്രേഷ്ഠമായ മാസമാണ്. ഇതൊരു സാദാസീത മാസമല്ല. ഇത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുണ്യമായ റമദാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. സ്വർഗം തുറക്കപ്പെടുന്ന റമദാൻ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതായ റമദാൻ, വലിയ വലിയ പിശാചുക്കളെ കൊണ്ടുവന്ന് അല്ലാഹു ചങ്ങലക്കിടുന്നതായ പരിശുദ്ധമായ റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ. ഒരു നന്മ ചെയ്താൽ അതിന് ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ പ്രതിഫലമുള്ള റമദാൻ. ഒരു ഫർദിന് 70 പ്രതിഫലങ്ങൾ, 70 നന്മകളുടെ പ്രതിഫലങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുന്നതായ റമദാൻ. അവന്റെ നിയ്യത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് അതിലേറെ പ്രതിഫലം നൽകുന്നതായ റമദാൻ. അതിന്റെ ആദ്യത്തെ 10 കാരുണ്യമാണ്. രണ്ടാമത്തെ 10 മുഴുവനും പാപമോചനമാണ്. മൂന്നാമത്തെ 10 അല്ലാഹു നൽകിയിരിക്കുന്ന നരകീയ മോചനപത്രമാണ്. നരകത്തിൽ നിന്ന് അല്ലാഹു മോചനപത്രം നൽകുകയാണ്. റമദാനിന്റെ ഓരോ രാത്രിയിലും ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാകുന്ന രാത്രിയാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നതാകുന്ന രാവും പകലുമാണ്. അതിലൊരു ശ്രേഷ്ഠമായതാകുന്ന ദിവസമുണ്ട്. അത് ലൈലത്തുൽ ഖദ്ർ എന്ന്
പറയുന്ന അതിമഹത്താകുന്ന ദിവസമാണ്, അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന രാവാണ്. അന്നാണ്, ആ രാത്രിയിലാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്നാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഖുർആനിനെ അവതരിപ്പിച്ചത് ആ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന രാവിലാണ്. ആ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആനാണോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാറ്റലോഗായി അല്ലാഹു പരിചയപ്പെടുത്തിയത്. ആ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആനാണ്. അന്നത്തെ ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമല് അവന്റെ ജീവിതത്തോളം ഏറ്റവും വലിയ ഉന്നതമായ അമലാണ്. 73 വർഷവും ചില്ലറ മാസവും ചെയ്യുന്ന അമലുകളെക്കാൾ പ്രതിഫലമുള്ളതായ മാസമാണ്. 73 വർഷവും ചില്ലറ മാസങ്ങളും ചെയ്യുന്നതായ അമലുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്ന രാത്രിയാണ് ആ ഒരൊറ്റ രാത്രിയിൽ അമൽ ചെയ്താൽ കിട്ടുന്നത് എന്നും ഹബീബുനാ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് റിസ്ക് വിശാലമാക്കപ്പെടുന്ന മാസമാണ്. ആകാശലോകത്ത് നിന്ന് സുബഹി വരെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പ്രത്യേകമായി മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇബാദത്തെടുക്കുന്ന മനുഷ്യന് ആശ്വാസത്തിന്റെ തെളിനീര് നൽകിക്കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഉതകുന്ന നിലയ്ക്കുള്ള അവന് ആശീർവാദം നൽകപ്പെടുന്നതായ ശ്രേഷ്ഠമായ വിശിഷ്ടമാക്കപ്പെട്ടതാകുന്ന രാവാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഖൈർ ബറകാത്തുകളും മുറ്റി നിൽക്കുന്ന അതിവിശിഷ്ടമാക്കപ്പെട്ടതാകുന്ന റമളാൻ. ആ റമളാനിന് മുന്നോടിയായിട്ട് നിന്റെ ബന്ധങ്ങളെ ചേർത്ത് വെക്കണേ. നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട്, മുഅ്മിനീങ്ങളോട്, ബന്ധുമിത്രാദികളോട് ആരോടെല്ലാം പിണങ്ങി നിന്നിട്ടുണ്ടോ, ഏതെല്ലാം സഹോദരങ്ങളോട്, സഹോദരിമാരോട് പിണക്കമുണ്ടോ, ആ പിണക്കങ്ങളെല്ലാം പരിപൂർണമായി മാറ്റിവെച്ചിട്ട് അവരെ കണ്ടുകൊണ്ട് സലാം പറഞ്ഞു കൂടേണ്ടതാകുന്ന സമയമാണ്. റമളാനിന് മുന്നോടിയായിട്ട് ബന്ധങ്ങൾ ചേർത്ത് വെക്കേണ്ടതായ സമയമാണ്. അങ്ങനെ ചേർത്ത് വെക്കുന്ന മുഅ്മിനിന് റിസ്ക് വിശാലമാകുമെന്ന് മാത്രമല്ല, അവന് ദീർഘായുസ് ലഭിക്കുമെന്ന് മാത്രമല്ല, അവന് സ്വർഗം മുൽകാൻ ഹേതുവാണ്. അവന് റമളാൻ അനുകൂലമാകുകയാണ്. ആദരവായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടാത്ത വിഭാഗങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി അടയാളപ്പെടുത്തിയിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടോ, സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതായ എത്രയോ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പറഞ്ഞാൽ അനുസരിക്കാത്തവരെ തൃണവൽ ഗണിച്ചതായ മക്കളില്ലേ, മാതാപിതാക്കൾ അവഗണിച്ചതായ മക്കളില്ലേ, അവർ പറഞ്ഞാൽ അനുസരിക്കാതെ പോയതാകുന്ന മക്കളില്ലേ, സഹോദരങ്ങളില്ലയോ, സ്വന്തം കുടുംബങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചതാകുന്ന, ബന്ധം വിച്ഛേദിച്ചതാകുന്ന, സമുദായത്തിന്റെ ഉന്നതമാകുന്ന തലങ്ങൾ വിരാജിക്കുന്ന ആളുകളില്ലേ, ഒരിക്കലും ലൈലത്തുൽ ഖദർ അവനെ കണ്ടുമുട്ടുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചുകൊണ്ട് കോടതി മുറിയിൽ നിന്ന് ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറിയിരുന്നുകൊണ്ട് എനിക്കെന്റെ വാപ്പയും ഉമ്മയും സ്നേഹം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാമുകിമാർ, എത്രയോ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ സഹോദരിമാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, എനിക്കെന്റെ വാപ്പയേക്കാൾ പ്രിയം എന്റെ പെണ്ണിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ സ്ത്രീകളുമായി ബന്ധങ്ങൾ ഉണ്ടാക്കി അവരുമായി മാതാപിതാക്കളെ തൃണവൽ ഗണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയവരില്ലേ, എനിക്കവരെ നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് പോയതാകുന്ന സഹോദര സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടുകയില്ല. എത്ര കോടിക്കണക്കിന് അമൽ ചെയ്താലും, എത്ര ദിക്ർ ചൊല്ലിയാലും, എത്ര സലാത്ത് ചൊല്ലിയാലും, പരിശുദ്ധമായ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചാലും, നീ എത്ര റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും അല്ലാഹു നിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കില്ല, നിന്റെ ദുആകൾക്ക് അല്ലാഹു ഉത്തരം നൽകുകയില്ല, ദുആ സ്വീകരിക്കില്ല, നിന്റേതാകുന്ന പ്രാർത്ഥനകൾ അല്ലാഹു കബൂലാക്കൂല. ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടിയവരിൽ നീ ഉൾപ്പെടൂല. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അപ്പൊ എന്ത് വേണം? റമളാനിന് മുന്നോടിയായിട്ട് എല്ലാ പിണക്കങ്ങളും മാത്രം, ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ആ കടന്നു വരുന്നതാകുന്ന ആ വാതിലിലൂടെ കടന്നു വരുന്ന മനുഷ്യൻ, ഒരാൾ ഇപ്പോൾ വരും, യത്ലു അലൈക്കും, നിങ്ങൾക്കിപ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരും ആ വഴിയിലൂടെ, അയാൾ സ്വർഗത്തിലാണ്. അപ്പം എല്ലാവരും നോക്കി, ആരാണത്? നോക്കുമ്പോൾ ഹദീസിൽ കാണാം, ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ച് താടിയിലൂടെ
ഒളൂവിന്റെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് വീഴുന്നതാകുന്ന ഒരു സ്വഹാബി വര്യൻ, അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി, അയാൾ ഇങ്ങനെ കയറി വരികയാണ്. സാധു സേത മനുഷ്യനാണ്, സ്വഹാബിയാൻ. അയാൾ ഇതൊന്നും അറിയുന്നില്ല, നബി പറഞ്ഞതൊന്നും അറിയുന്നില്ല. നബി എന്താ പറഞ്ഞത്? ഇപ്പോൾ ഒരു മനുഷ്യൻ വരും, അയാൾ സ്വർഗാവകാശിയാണ്. അയാൾ നേരെ വന്ന മജ്‌ലിസിൽ വന്നിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. പിറ്റേ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സമയത്ത് തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നൊരു മനുഷ്യൻ വരും, ആ വാതിലിലൂടെ അയാൾ സ്വർഗാവകാശിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയ സ്വർഗത്തിൽ കടക്കുന്ന മനുഷ്യനോ? അതാരാ? നോക്കി, ഇപ്പൊ ഇന്നലെ കണ്ട അതേ മനുഷ്യൻ അതേ കോലത്തിൽ തന്നെ കയറി വന്നിരുന്നു. അയാൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ, അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നബി തങ്ങൾ പറഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല അയാൾ. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കിതാ ഈ വഴിയിലൂടെ ഒരു മനുഷ്യനെ കടന്നു വരും, ആ കാണുന്ന മദീനയിലെ വാതിൽ ചൂണ്ടിയിട്ട് നബി തങ്ങൾ പറയുകയാണ്, ആ വാതിലിലൂടെ ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരും, സ്വർഗാവകാശിയാണ്, സ്വർഗം പുൽകും സ്വഹാബ. സ്വർഗത്തിൽ പുൽകുന്ന ഒരു മനുഷ്യനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിലേക്ക് നോക്കിക്കൊള്ളട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് മുഴുവനും നോക്കുകയാണ്. അതാ താടി രോമങ്ങളിലൂടെ വധുവിന്റെ വെള്ളം താഴേക്ക് ഇറ്റിത്തി വീഴുന്ന ഒരു പാവപ്പെട്ടതാകുന്ന ഒരു അനുയായി, അൻസാരികളെപ്പെട്ട ഒരു സ്വഹാബിവരിനെ പള്ളിയുടെ അകത്തലത്തിൽ കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ അനുചരന്മാർക്കിടയിൽ വന്നിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം ഇശാ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ അൻസാരിയാകുന്ന സ്വഹാബിയോട് കൂടെ കൂടുകയാണ്. അൻസാരിയായ നബി തങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ ആ സ്വഹാബിയുടെ കൂടെ കൂടി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ വാപ്പായിട്ട് ചെറിയൊരു പണക്കാണ്, ഒരു ചെറിയ പണക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഒരു 3 ദിവസം അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ 3 ദിവസം ഇങ്ങോട്ട് കൂടെ കൂടിക്കോട്ടെ. കൂടിക്കോ, അതിനെന്താ കുഴപ്പം? ബാ. ചെറിയൊരു കളവ് പറഞ്ഞിരിക്കുക. എന്തിനു വേണ്ടി? വലിയൊരു നന്മ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇത് പറഞ്ഞ് കൂടുന്നത്? ഇയാളിലുള്ള എന്തോ ഒരു നന്മ രാത്രിയിൽ ഇയാൾ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ്, വേറെ ഒന്നുമില്ല. ഇയാളിൽ എന്തോ നന്മയുണ്ട്, അതെന്താണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം. ഈ ഒരൊറ്റ ചരിത്രം കൂടി ഉള്ളൂ, നിർത്താൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ദുആയിലേക്ക് കടക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ അൻസാരിയാകുന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അൻസാരിയാകുന്ന സ്വഹാബിയുടെ വീട്ടിൽ 3 ദിവസം കഴിഞ്ഞു, 3 രാത്രിയിൽ. പകലിൽ സുബൈ ബാങ്ക് വിളിക്കുമ്പോൾ രണ്ടുപേരും വരും, രാത്രിയിൽ ഒരുമിച്ച് തന്നെ ഒരുമിച്ച് കൂടെ കിടക്കും. രാവിലെ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുന്നുണ്ട്, ഇദ്ദേഹം എഴുന്നേൽക്കുന്നുണ്ട്, രണ്ടുപേരും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും സാധാരണ പോലെ തന്നെ. ഒന്നും പ്രത്യേകമായ അമലൊന്നും കാണുന്നില്ല. 3 ദിവസം കഴിഞ്ഞു. അള്ളാഹു, ഇതാകെ വഷളായല്ലോ, വെറുതെ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയതാണല്ലോ, 3 ദിവസം കൂടിയിട്ട് ഞാൻ ചെയ്യുന്നത് അത്ര തന്നെ ഇവൻ ചെയ്യുന്നില്ലല്ലോ എന്ന തോന്നൽ വരെ അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിൽ വന്നു. കാരണം എന്താ? അത്രയൊന്നും വലിയ അമലൊന്നും കാണുന്നില്ല. എന്താ ഇയാളിപ്പോ ഇതുപോലെ സ്വർഗത്തിൽ കടക്കാൻ കാരണമായ അമലേതാണ്? സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസ് റളിയല്ലാഹു അൻഹു 3 ദിവസം കഴിഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടിയത് വാപ്പയായിട്ട് പ്രശ്നമുണ്ടെന്നും ഉണ്ടായിട്ടല്ല, അപ്പയായിട്ടൊന്നും ഒരു പിണക്കമൊന്നുമില്ല. പിന്നെ എന്തിനാ നിങ്ങളോട് കൂടിയത്? കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസത്തെ ക്ലാസ്സിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം 3 ദിവസവും പറഞ്ഞു, ആ വാതിലിലൂടെ കടന്നു വരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ്. ഇതാ നിങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ഇപ്പോൾ വരും, അയാൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു. 3 ദിവസവും വന്നത് നിങ്ങളാണ് കൂടിയത്. പക്ഷെ ഞാൻ ഒരു നന്മയും പ്രത്യേകിച്ച് എടുത്തു കണ്ടില്ല. സാധാരണ ചെയ്യുന്നത് അത് ഞാനും ചെയ്യാറുണ്ട്. ളുഹാ നിസ്കാരം, മറ്റു നിസ്കാരങ്ങൾ, സുന്നത്ത്, ഔറാദുകൾ, ദിക്റുകൾ ഒക്കെ ഞാനും ചെയ്യുന്നതാണ്. ഖുർആൻ ഓത്തുകൾ, ഫർള് നിസ്കാരങ്ങൾ ഞാനീ ചെയ്യുന്നത് തന്നെയാണ് നീയും ചെയ്യുന്നത്. അപ്പൊ മഹാനാകുന്ന അൻസാരിയാകുന്ന സ്വഹാബി വര്യൻ പറഞ്ഞു, ഫവല്ലാഹി മാ ഹുവ ഇല്ലാ റഅയ്ത, നീ കണ്ടതല്ലാതെ മറ്റൊന്നും എന്നിലില്ല കേട്ടോ, നീ കണ്ടത് തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പൊ അയാൾ ഭയങ്കര നിരാശനായി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിരാശയോടുകൂടി തിരിച്ചു പോവാൻ. ഒരല്പം കൊണ്ട് നടന്നപ്പോ ഹദീസിൽ കാണാം, അയാളെ തിരിച്ചു വിളിച്ച്, ഒരു മിനിറ്റ്, നിങ്ങളിപ്പോ ഈ കണ്ടത് തന്നെയാണ് എന്നിലുള്ളത്, വേറൊന്നും എന്നിലില്ല. നിങ്ങളിപ്പോ ഈ കണ്ട നിസ്കാരങ്ങളും കാര്യം. പിന്നെ എനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? ലോകത്ത് ഏത് മുസ്ലിമായ ഒരു മനുഷ്യന് എന്ത് നന്മയുണ്ടായാലും
എനിക്ക് അതിൽ അസൂയയില്ല. ഒരാളൊരു വീട് വെച്ചു, ഒരു കാറ് ഉണ്ടായി, അയാൾക്ക് ഒരു സൗഭാഗ്യം ഉണ്ടായി, ഉദാഹരണം പറയാം. എന്ത് നന്മ ഒരു മോമിനായ മനുഷ്യനുണ്ടായാലും എനിക്ക് അയാളോട് അസൂയയില്ല. മാത്രം വെറുപ്പും വിദ്വേഷവും വൈരയില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പൊ ഈ സഹാബി പറഞ്ഞു, അത് തന്നെയാണ്, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്നില്ല, നിനക്കത് കിട്ടി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞത്? അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത്. ആ വഴിയിലൂടെ വരുന്നവൻ സ്വർഗത്തിലാണെന്ന് 3 ദിവസം പറയാൻ കാരണം എന്താ? ഒരൊറ്റ മനുഷ്യനോട് വെറുപ്പില്ല, ഒരാളോടും വെറുപ്പില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. കഴിയുമോ നമ്മൾക്ക് അങ്ങനെ? അങ്ങനെ കഴിഞ്ഞാലേ രക്ഷപ്പെടുകയുള്ളൂ.